ദാസേട്ടാ, നമുക്ക് ചായ കുടിച്ചൂടെ? ചായ കുടിക്കാനാ? അതിന് മാത്രല്ലോ സമയായ? സമയം 11 മണി കഴിഞ്ഞില്ലേ? ചായ കുടിക്കാ. പിന്നെന്താ? ഇത്ര സമയമായിട്ട് ഓളൊരു വിളി പോലും കാണുന്നില്ലല്ലോ. നിങ്ങക്ക് ഇതന്നെയാ പണി? എത്ര വട്ടാ വിളിക്കല് ഒരു ദിവസം? ഇതന്നെയാ പണി? കൈയെല്ലാം ഉണ്ടല്ലോ അല്ലേ? സന്തോഷത്തിൽ ഓള് തന്നെയാന്ന് അല്ലേ? 10:30-ക്കൊരു വിളി, 11 മണിക്കൊരു വിളി. എന്താന്ന് ഇതൊന്നും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നങ്ങള്? നീ ഫോണ് വിളിക്കാനേ? ചായ കുടിക്കുന്നല്ലേ? 1 മണിക്കൂർ മുമ്പ് വിളിക്കുന്നല്ലേ? അതൊന്നുമില്ല, ഞാൻ ബാത്റൂമിൽ ചെറുതായിട്ടൊന്ന് വീണേഞ്ഞു. ഒന്നും കുഴപ്പമൊന്നുമില്ല. നീ അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റൂല. ഞാൻ ഇപ്പം വരും കേട്ടാ. അവിടെ കടത്തി നീ കിടന്നാ മതി, ഒന്നും ചെയ്യല്ലേ. വേണ്ട, നിങ്ങൾ പണി മെനക്കെട്ടിട്ട് വരുമൊന്നും വേണ്ടേ. ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. ഞാൻ പോന്നാടോ. എന്നാ അത് ഓള് ബാത്റൂമിൽ നിന്ന് അലക്കുമ്പോ വൈദ്യുതി വീണിട്ടുണ്ട്. ഓള് ചെറുങ്ങനെ ഉള്ളൂ എന്ന് പറഞ്ഞു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിച്ചിട്ട് വരട്ടെ. നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട. ഇങ്ങനെ വിഷമം പിടിച്ചെന്നാൽ എങ്ങനെയാ? വൈകുന്നേരം പണിയും കഴിഞ്ഞ് പോകുമ്പോൾ ടൈഗർ ബാമിലും മേടിച്ചിട്ട് പോയാൽ പോരെ? നിങ്ങൾക്ക് മാത്രമേ ഓടുള്ളൂ, നമുക്കെല്ലാം ഓടില്ലേ? ഇങ്ങനെ നിങ്ങള് തലയിലെടുത്ത് കയറ്റി വെച്ചാലോ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ. ഓള് എനിക്ക് വേണ്ടി ജീവിതം മാറ്റി വെച്ചവളാ. ആ ഓക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണ്ടേ? നിനക്കറിയോ, കല്യാണം കഴിച്ച അന്ന് കൂട്ടിക്കൊണ്ടുവന്നേ അന്ന് മുതൽ എൻ്റെ A to Z കാര്യങ്ങൾ ഓളാ ചെയ്യുന്നു. രാവിലെ എഴുന്നേറ്റ ഉടനെ എൻ്റെ ഡ്രസ്സും കാര്യമെല്ലാം പേക്കാക്കി അവിടെ വെച്ചിട്ടുണ്ടാവും. പണി ഡ്രസ്സ്, ഉച്ചക്കത്തെ ചോറ് വരെ അതിലാക്കി വെച്ചിട്ടുണ്ടാവും. ഓൾ എത്ര മണിക്ക് എണീക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല, എത്ര മണിക്ക് ഉറങ്ങുന്നതെന്ന് പോലും എനിക്കറിയില്ല. ഓളെ കാര്യം പോലും മറന്നിട്ട് എൻ്റെ കാര്യത്തിന് വേണ്ടി ജീവിതം മാറ്റി വെച്ചവളാള്. അവൾക്ക് ഞാനല്ലാതെ വേറൊന്നും, അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഞാനല്ല ചെയ്തു കൊടുക്കേണ്ടത്. ഓളെ കാര്യം പോലും മറന്നിട്ട് എൻ്റെ കാര്യത്തിന് വേണ്ടി ജീവിതം മാറ്റി വെച്ചവളാള്. എന്ത് മരുന്ന്? നോക്കാം. ആ തൈലൊന്നും എടുത്ത് തടയാ പോരാ. വൈകുന്നേരം സ്മോൾ അടിക്കേണ്ട പരിപാടി എങ്ങനെയാന്ന് നോക്കല. അന്നേരം ഓളൊരു മരുന്ന് മേടിക്കൽ. നമ്മുടെ ഒരു സാന്നിധ്യം മാത്രം മതിയടോ അവൾക്ക് മനസ്സ് നിറഞ്ഞു ഒന്ന് സന്തോഷിക്കാനേ. ഇല്ല, ഞാൻ മറന്നു കഴിഞ്ഞു. ജീവിതം ഒന്നേ ഉള്ളൂ. ദൈവം നമ്മുടെ ആയുസ് എടുക്കുന്നത് വരെ അത് അവളോടൊപ്പം ഒന്നിച്ച് സന്തോഷത്തോടെ നീ ജീവിച്ച് തീർക്കാൻ നോക്ക്.